പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസം, ആ ദുൽഖഅദ മാസത്തിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ വെള്ളിയാഴ്ച രാവ്, ഇന്ന് നാളെ വെള്ളിയാഴ്ച പകൽ, അടുത്ത വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലായിരിക്കും. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഈ രണ്ട് മാസത്തിൻ്റെയും ഗുണങ്ങളും ഈ രണ്ട് മാസത്തിൻ്റെയും മഹത്വങ്ങളും ഈ രണ്ട് മാസത്തിൻ്റെയും എല്ലാവിധത്തിലുള്ള നിഅമത്തും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, മഹാനായ അസദുൽ ഇലാഹ്, അതുപോലെ തന്നെ സയ്യിദു ശുഹദാ എന്നൊക്കെയുള്ള അപരനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഹംസത്തുൽ ഖറാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊച്ചാപ്പയാകുന്ന, നബി തങ്ങളുടെ വാപ്പയുടെ അനുജൻ കൊച്ചാപ്പയാകുന്ന ഹംസ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നമുക്കായി പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. മഹാനവറുകൾ പഠിപ്പിച്ച ഈ ഒരു ചെറിയൊരു അമൽ, ആ അമൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ നമ്മൾ ദുനിയാവിലും രക്ഷപ്പെട്ടു, ആഖിറത്തിലും രക്ഷപ്പെട്ടു. അതോടൊപ്പം തന്നെ ഒരു ദുആ നമുക്ക് പഠിക്കാം. ആ ദുആഇന്റെ പ്രതിഫലം എന്താണെന്ന് വിശദമായി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ സ്വലാത്ത്, ആ സ്വലാത്ത് ആഗ്രഹ സഫലീകരണത്തിനുള്ള സ്വലാത്താണ്. ആ സ്വലാത്തും ഏതാണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിച്ചെടുക്കാം. അല്ലാഹു തആല ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ഇതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീഡിയോ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ കൂട്ടുകാർ, നാട്ടുകാർ, എല്ലാവർക്കും അല്ലാഹു തആല ഖബർ ജീവിതം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് രോഗികളായി കഴിയുകയാണ്. അല്ലാഹു തആല എല്ലാവരുടെയും എന്തൊക്കെ രോഗങ്ങളുണ്ട് എല്ലാം അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ പരിപാവനമായ ദുൽഖഅദ മാസം, ദുൽഖഅദ മാസത്തിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും, അതായത് വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരികയാണ്. ഇനി നമുക്ക് അടുത്ത വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച നമ്മളെല്ലാവരും വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലായിരിക്കും, പുണ്യമായ ദുൽഹിജ്ജ മാസത്തിലായിരിക്കും. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമുക്ക് ഈ പുണ്യമായ ദുൽഖഅദ മാസത്തിൻ്റെയും വരുന്ന ദുൽഹിജ്ജ മാസത്തിൻ്റെയൊക്കെ എല്ലാ തരത്തിലുള്ള നിഅമത്തുകളും ബറകാത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഹാജിമാരെല്ലാവരും അൽഹംദുലില്ലാ ഹറമിലേക്ക് എത്തിയിരിക്കുകയും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ഹാജിമാർ ഈ വർഷത്തെ ഹജ്ജിനായി അവിടെ സംഗമിക്കുകയാണ്. അല്ലാഹു തആല മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് യൗമുൽ ഖമീസാണ്. യൗമുൽ ഖമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം, അല്ലേ? വ്യാഴാഴ്ച സാധാരണ വെള്ളിയാഴ്ചയിലേക്കുള്ള ഒരുക്കത്തിൻ്റെ ദിവസമാണ്. അങ്ങനെ ആവണം, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ പലരും ഇന്ന് വെള്ളിയാഴ്ചയാണെന്ന് അറിയുന്നത് പോലുമില്ല പലരും. അങ്ങനെ ആവാൻ പാടില്ല. വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങേണ്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച. അതായത് ദുആ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും, അതുപോലെ തന്നെ വ്യാഴാഴ്ച അസ്ർ നമസ്കാരത്തിന് ശേഷം നഖം വെട്ടിയാൽ അത് വലിയൊരു ഗുണമുണ്ട്, അല്ലേ? വെള്ളപ്പാണ്ട് രോഗത്തെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല തരുമെന്ന് കിതാബുകളിൽ കാണാം. അതുപോലെ തന്നെ സ്വലാത്ത്, അതുപോലെ സൂറത്ത് യാസീൻ, ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുക, ഇതൊക്കെ കൊണ്ട് വെള്ളിയാഴ്ചയെ നമ്മൾ ഒരു വെള്ളിയാഴ്ചക്ക് വേണ്ടി ഒരുങ്ങേണ്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാൽ. ഞങ്ങളൊക്കെ പഠിച്ച ഈ ദർസുകൾ, അറബി കോളേജുകളിലൊക്കെ വ്യാഴാഴ്ച ഉച്ചവരെ ക്ലാസ്, വ്യാഴാഴ്ച ദിവസം ഉച്ചവരെ ക്ലാസ് ഉള്ളൂ, എല്ലാ ദിവസവും ഫുൾ ഉണ്ടാവും. വ്യാഴാഴ്ച ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ചക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അതായത് കുട്ടികൾ അലക്കാൻ വേണ്ടി പോകലും, അതുപോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ ഇസ്തിരിയിടലും, പിന്നെ വിശുദ്ധമായ ഖുർആൻ പാരായണത്തിലും, അതുപോലെ തന്നെ നഖം മുറിക്കലും, അങ്ങനെ ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അൽഹംദുലില്ലാ നമുക്കും ആ ഒരു ഫീൽ ഉണ്ടാവണം. വെള്ളിയാഴ്ച ദിവസം അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം. അല്ലാഹു തആല പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ദുൽഖഅദ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലാണുള്ളത്, നാലാമത്തെ വ്യാഴാഴ്ചയാണ്. അതായത് ദുൽഹിജ്ജ മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച രാവ്. അല്ലാഹു തആല നമുക്ക് എല്ലാവിധത്തിലുള്ള നിഅമത്തുകളും ബറകാത്തുകളും നൽകി നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് സ്വഹാബിമാർ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിനൊക്കെ ഒരുപാട് മഹത്വം കൽപ്പിച്ചിരുന്നു. അതിൽപ്പെട്ട മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു, ഹംസത്തുൽ ഖറാർ, അല്ലെ, അസദുൽ ഇലാഹ്
അതുപോലെ തന്നെ എന്താണ് സയ്യിദു ശുഹദ എന്നൊക്കെയുള്ള അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു. മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പയാണ് ഈ ഹംസ റളിയല്ലാഹു അൻഹു. അതായത് നബിതങ്ങളുടെ വാപ്പയാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിൻ്റെ അനുജനാണ്, സഹോദരനാണ് ഈ ഹംസ റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊച്ചാപ്പയാണ്. അപ്പോൾ അസദുൽ ഇലാഹ്, അള്ളാഹുവിൻ്റെ സിംഹം, അതുപോലെ സയ്യിദു ശുഹദ, രക്തസാക്ഷികളുടെ നേതാവ് എന്നൊക്കെയുള്ള അപരനാമത്തിലാണ് മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു അറിയപ്പെട്ടിരുന്നതെന്നാണ്. അല്ലെ, ഉഹുദ് യുദ്ധത്തിൽ മഹാനവറുകൾ ഷഹീദാവുകയാണ്. വഹ്ഷി എന്ന് പറയുന്ന ആള് ചാട്ടുളി കൊണ്ട് ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിൻ്റെ പൈസ വാങ്ങിയിട്ട് മഹാനവറുകളെ ശരീരം ഛിന്ന ഭിന്നമാക്കുന്ന, അല്ലെ, മഹാനവറുകളെ കൊലപ്പെടുത്തിയിട്ട് കരള് പറിച്ചെടുത്ത്, കരളിങ്ങനെ നെഞ്ചുകീറി കരള് പറിച്ചെടുക്കുന്ന ഒരു വല്ലാത്തൊരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു 58-ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്, ഷഹീദാകുന്നു. അല്ലാഹു തആല അവരോടൊപ്പം നമ്മയൊക്കെ സ്വർഗ്ഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഈ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മൊയിൻകുട്ടി വൈദ്യരുടെ ചില പാട്ടുകളൊക്കെ നമുക്ക് ഓർമ്മ വരാറുണ്ട്, അല്ലേ? വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി ടംബിയസ് വദിൽ മാറടാ ഫല്ലൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നോനാരടാ വമ്പന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന് ബലത്തോടെ വെള്ളം കൂടിച്ചാട്ടെ എന്ന് തുടങ്ങുന്ന ആ ഒരു മൊയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിൽപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറയുമ്പോൾ ഈ ബദർ യുദ്ധത്തിന്റെ ഈ ഒരു പാട്ട് നമുക്ക് ഓർമ്മ വരും, അല്ലേ? അസദുല്ലിലാഹി റളിയല്ലാഹ് ചാടിട്ട സുവദ് അവിടുന്ന് മാറേടാ അസുഹബർ ഹൗലി നാരേടാ ജലം കുടിക്കുന്നോനുണ്ടെങ്കിൽ പോരേടാ. അതായത് ബദർ യുദ്ധത്തിന്റെ സമയത്ത് ശത്രുക്കൾ അവിടെ നിൽക്കുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സ്വഹാബിമാർ, 313ഓളം വരുന്ന സ്വഹാബിമാർ, മുത്ത് റസൂൽ ഉൾപ്പെടെ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്വഹാബിമാർക്ക്, നബിതങ്ങൾക്കും, അതായത് മുസ്ലിമീങ്ങൾക്ക് ആശ്വാസമായിട്ട് മഴ അല്ലാഹു തആല ഇറക്കി കൊടുത്തു. ആ മഴ ഇങ്ങനെ പെയ്തപ്പോൾ സ്വഹാബിമാരെല്ലാവരും അതിൽ കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഈ മഴ പെയ്യുന്നത് കണ്ടപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ മഴവെള്ളം ഇങ്ങനെ തടഞ്ഞൊരു ഹൗദ് പോലെയാക്കി, വെള്ളം ഇങ്ങനെ തടഞ്ഞു വെച്ചൊരു ഹൗദ് പോലെയാക്കി, വലിയൊരു വെള്ളക്കെട്ടാക്കി. അതിനാണ് വെള്ളം കുടിക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ ഒരു ഹൗദ് പോലെ. ഇതാര് കണ്ടു? ശത്രുക്കളിൽപ്പെട്ട ആളുകൾ കണ്ടു, ശത്രുക്കൾ കണ്ടു. അവിടെ മഴയില്ല, ശത്രുക്കൾക്ക് മഴയില്ല, മുസ്ലിമീങ്ങൾക്ക് മാത്രം മഴ. അപ്പൊ ശത്രുക്കളിൽപ്പെട്ട അസ്വദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അയാൾ ആദ്യ രാത്രി വരികയാ. എന്തിനാ? ഈ ഹൗദ് നശിപ്പിക്കാൻ. കാരണം മുസ്ലിമീങ്ങൾക്ക് മാത്രം വെള്ളം പോലെ ഞങ്ങൾക്കും വെള്ളം വേണം, അത് എങ്ങനെയെങ്കിലും ഈ ഹൗദ് ഒന്ന് നശിപ്പിക്കണം. അതിനുവേണ്ടി അവൻ വന്നപ്പോഴാണ് മഹാനവർഗം അങ്ങനെ ചാടി അവന്റെ അസ്വദിന്റെ മുന്നിലേക്ക് വരുന്നത്, അവനുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ പറയുന്ന സംഭവമൊക്കെ. മമ്പുറ്റ ഹംസ റളിയല്ലാഹു. അപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു തആല ധീരതയുടെ പര്യായമായിരുന്നു. ഈ ഹംസ റളിയല്ലാഹു തആല അൻഹു നാളെ മഹ്ശറിൽ വരും. മഹ്ശർ വരുന്നത് എങ്ങനെയാ? കൈകളില്ലാതെ, കാലുകളില്ലാതെ, അല്ലെ, നെഞ്ചെല്ലാം പിളർന്ന ഒരു അവസ്ഥയിലാണ് വരുന്നതെന്നാണ്. അപ്പോൾ അല്ലാഹു തആല ചോദിക്കും ഹംസ റളിയല്ലാഹു, ഹംസ എൻ്റെ ദീനിന് വേണ്ടി നീ എന്ത് ചിലവഴിച്ചു? അപ്പോൾ ഹംസ റളിയല്ലാഹു തആല പറയും, അല്ലാഹുവേ എൻ്റെ കൈ അത് ഞാൻ നിന്റെ ദീനിന് കൊടുത്തു, എൻ്റെ കാലുകൾ നിന്റെ ദീനിന് വേണ്ടി കൊടുത്തു, എൻ്റെ വയറും നെഞ്ചുമെല്ലാം, എൻ്റെ ശരീരം മുഴുവനും നിന്റെ ദീനിന് വേണ്ടി അല്ലാ ഞാൻ കൊടുത്തു എന്നൊക്കെ അവർ പറയുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ എന്ത് പറയും? നമ്മളൊക്കെ ദീനിന് വേണ്ടി എന്താ കൊടുത്തത്? ഒന്നും ചെയ്തിട്ടില്ല, അല്ലേ? നിസ്കരിക്കാൻ നമുക്കൊക്കെ മടിയാൻ, നോമ്പ് പിടിക്കാൻ നമുക്ക് മടിയാൻ. ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ, റമളാനിലൊക്കെ ഖളാ ആയിപ്പോയ നോമ്പുണ്ടാകും, നമുക്ക് ഖളാ ആയിപ്പോയ നോമ്പുണ്ടാകും, അല്ലെ? റമളാനിലൊക്കെ ചിലപ്പോൾ നിസ്കാരം പോയിട്ട് ഒരു 7 നോമ്പ് 6 നോമ്പൊക്കെ ഖളാ ഉണ്ടല്ലോ. അല്ലെങ്കിൽ പ്രസവിച്ച് കിടന്ന സമയത്തുണ്ടായ ഒരു റമളാനിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഖളാ വീട്ടാനുണ്ട്. അതൊന്നും പലരും ഖളാ വീട്ടുണ്ടാവില്ല, അങ്ങനത്തെ ചിന്ത പോലും ഉണ്ടാവില്ല. നമുക്ക് ചിന്ത ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ പിടിക്കുന്നുണ്ടാകും നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്. റമളാനിൽ ഖളാ ആയി പോയ നോമ്പ്, നമ്മുടെ മക്കൾ, പെൺമക്കളുടെ നോമ്പുകൾ, അതൊക്കെ എന്താ, അതൊക്കെ എന്ത് പിന്നെ നോമ്പ് പിടിക്കാൻ എന്നൊക്കെ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഖളാ വീട്ടണം, നിർബന്ധമാണേ. ഇല്ലെങ്കിൽ പടച്ചോൻ പിടിക്കുവേ. ദുന്യാവിൻ്റെ പളവളപ്പും ഇവിടുത്തെ രസവും സുഖവും ഇവിടുത്തെ റീൽസ് കാണലും അങ്ങോട്ട് പോലും ഇങ്ങോട്ട് പോകലും ഒക്കെ നിൽക്കും. ഏത് സമയത്താണ് എനിക്കും നിങ്ങൾക്കൊന്നും മരണം വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ്, മരണം വരുന്നതിന് മുമ്പ് നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കുക. നിസ്കാരത്തിൻ്റെ കാര്യം, നോമ്പിൻ്റെ കാര്യം, ഖുർആൻ പാരായണം, അതൊക്കെ കൃത്യമാക്കുക. ഈ കാണുന്നതെല്ലാം പോകും.
എല്ലാം പോകും. ഈ കാണുന്ന സുഖവും രസവും നമ്മളെ താലോലിക്കലും അതുപോലെ തന്നെ നമ്മുടെ ഈ കാണുന്ന രസവും അല്ലേ, ഭയങ്കര രസവും ഫോട്ടോ എടുക്കലും അതുപോലെ തന്നെ പാട്ടും ഇതും ഡാൻസും ഒക്കെ തീരാൻ ഒരൊറ്റ നിമിഷം പോലും വേണ്ട. അതുകൊണ്ട് തീരുന്നതിന് മുമ്പ് അള്ളാഹുമായിട്ടുള്ള ആ ബന്ധം നമ്മൾ ക്ലിയർ ആക്കണേ. ആദ്യം എൻ്റെ നഫ്സിനോട് പിന്നെ നമ്മൾ ഓരോരുത്തരോടും ഞാൻ പറയുന്നതാണ്. അപ്പം പറഞ്ഞു വന്നത് ഹംസ റളിയല്ലാഹു തആല അൻഹു. ഈ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് നബി തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോയല്ലോ. അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ കടന്നു, സ്വർഗം ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് സ്വർഗത്തിൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടു എന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ സ്വർഗത്തിൽ കണ്ടു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഹംസ തങ്ങളെ, എൻ്റെ കൊച്ചാപ്പ, യാ അമ്മി, എൻ്റെ കൊച്ചാപ്പ, അള്ളാഹുവിന് നിങ്ങളിൽ നിന്നും എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ്. അള്ളാഹ്ക്ക് നിങ്ങളിൽ നിന്നും എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അതുപോലെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ഒരു അമൽ അതേതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? വലിയ പ്രതിഫലം അല്ലാഹു തആല കൊടുക്കുന്ന ഒരു അമൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ്? 3 ചോദ്യം. 1, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അമൽ ഏതാണ്? 2, മീസാനിൽ ഭാരം തൂങ്ങുന്ന അമൽ ഏതാണ്? 3, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ഒരു അമൽ ഏതാണ്? ആ സമയത്ത് മഹാനായ ഹംസ തങ്ങൾ പറഞ്ഞു, നബിയേ, അസ്സലാത്തു അലൈക യാ റസൂലല്ലാഹ്, അത് വേറൊന്നുമല്ല, നിങ്ങളുടെ പേരിലുള്ള, നബിയെ താങ്കളുടെ പേരിലുള്ള സ്വലാത്താണ്. അതുകൊണ്ട് സ്വലാത്ത് അത് ഏത് സമയത്തും എപ്പോഴും ചൊല്ലാം. സ്വലാത്ത് അതൊരിക്കലും അതിൻ്റെ ആ ഒരു പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോവില്ല. നമ്മൾ ചെയ്യുന്ന നിസ്കാരം, നോമ്പൊക്കെ ചിലപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്നെ കിട്ടിക്കൊള്ളുമെന്ന് ഓരോറപ്പുമില്ല. കാരണം നമ്മുടെ പ്രവൃത്തി അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ സ്വലാത്ത്, നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ പ്രതിഫലം അത് നമുക്ക് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകലൊക്കെ സ്വലാത്തുകൾ കൊണ്ട് മുഖരിതമാക്കേണ്ട ഒരു രാവാണ്, ഒരു പകലാണ് നമ്മളിലേക്ക് വരുന്നത്. മാത്രമല്ല ഈ ഹംസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നതും വലിയ പ്രതിഫലം കിട്ടുന്ന അമൽ, ഒന്നാമത്തേത് സ്വലാത്താണ്. രണ്ടാമത്തേതോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, ഈ 2 സ്വഹാബിമാരുണ്ടല്ലോ, ഈ 2 സ്വഹാബിമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്ന ആളുകളെ അല്ലാഹു തആലക്ക് ഇഷ്ടമാണ് എന്ന്. ഈ 2 സ്വഹാബിമാർക്ക് വേണ്ടി ദുആ ഇറക്കുന്നവർ, ആ 2 സ്വഹാബിമാർക്ക് വേണ്ടി ദുആ ഇറക്കുന്നവരെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അപ്പം അതുകൊണ്ട് ആ സ്വഹാബിമാരുൾപ്പെടെ എല്ലാ സ്വഹാബിമാരെയും, ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ നല്ലവരായ മുഅ്മിനീങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ദുആയാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്ന ദുആ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ ദുആ നമ്മൾ മറന്നു പോവണ്ട. എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും ഈ ദുആ മസ്റ്റാണ്, നമ്മൾ ഉൾപ്പെടുത്തണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, 4 ദുആകൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. 4 ദുആകൾ ഒരിക്കലും മറക്കരുത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലൊക്കെ നമ്മൾ ചെയ്യുന്ന ദുആകളിൽ ഈ 4 കാര്യം ഉൾപ്പെടുത്തണം. ഒന്നാമത്തെ ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതാണ് ഒന്നാമത്തെ ദുആ. രണ്ടാമത്തേത് നമ്മുടെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും വേണ്ടിയുള്ള ദുആയാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നമ്മൾ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദ്വാരക്കുമ്പോൾ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദ്വാരക്കും. അതാണ് ഏറ്റവും വലിയ ഗുണം. മൂന്നാമത്തെ ദുആ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, അവർക്ക് വേണ്ടിയുള്ള ദുആയാണ്. നാലാമത്തെ ദുആ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും അല്ലാഹ് നീ പുറത്തു കൊടുക്കണേ എന്ന ദുആ. ആ ദുആയിൽ ഈ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ ദുആ അല്ലാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അപ്പോൾ 2 കാര്യം, 1 സ്വലാത്ത്, 2 ഈ ഒരു ദുആ. സ്വലാത്ത് ഏത് സ്വലാത്ത് വേണമെങ്കിലും നമുക്ക് ചൊല്ലാം. മഹത്തുക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതായത് നബിതങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും എല്ലാവർക്കും ഗുണം കിട്ടണേ എന്നുള്ള ഒരു സ്വലാത്ത്. ആ സ്വലാത്ത് നമുക്ക് ഇന്ന് പഠിക്കാം. ഈ സ്വലാത്തിൻ്റെ നേട്ടം പറയുന്നത് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള സ്വലാത്ത് എന്നാണ്. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളില്ലേ, ആ ആഗ്രഹങ്ങളുടെ സഫലീകരണം അല്ലെ, ഒരുപാട് 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 നല്ല മുറാദുകളുണ്ട്. നല്ല വീട് വേണം റബ്ബേ, അതുപോലെ വിവാഹപ്രായമെത്തിയ നമുക്ക് നമ്മുടെ മക്കൾക്ക്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, നല്ല ഇണകളെ വേണം.
അതുപോലെ തന്നെ നല്ല ജോലി വേണം, അതുപോലെ നല്ല വാഹനം വേണം, വീട് വേണം, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കടങ്ങൾ മാറണം, പ്രയാസങ്ങൾ മാറണം. അപ്പോൾ ഈ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ള ഒരു സ്വലാത്ത് നബി തങ്ങൾ പറയുന്നു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള ഈ സ്വലാത്ത് അത് വലിയ ഗുണമാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വളരെ സിമ്പിളാണ്. അല്ലാഹുമ്മ ചൊല്ലിക്കേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഒന്നുകൂടി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ ഈ സ്വലാത്തും പഠിച്ചു വെക്കുക. നമ്മൾ പറഞ്ഞ ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, ആ ദുആയും നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ ആ 4 ദുആന്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ ഓർത്തു വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് അല്ലാഹു തആല ഈ ദുനിയാവിൽ നല്ല ഖൈറായ ഒരു ജീവിതവും ആഖിറത്തിൽ നല്ല ഒരു സന്തോഷമുള്ള ജീവിതവും സ്വർഗ്ഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം, നബി തങ്ങളുടെ തൃക്കല്യാണത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യവും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരും ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരുടെയും രോഗങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും അല്ലാഹു തആല മാറ്റി എല്ലാവിധ നിഅമത്തും അല്ലാഹു തആല സന്തോഷവും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.